കോഴിക്കോട് താമരശ്ശേരിക്ക് സമീപം വെള്ളിമണ്ണയിൽ യുവാവിന്റെ പരാക്രമം. മോഷ്ടിച്ച പിക്കപ്പ് വാൻ ഉപയോഗിച്ച് റോഡരികിൽ നിർത്തിയിട്ട കാർ ഇടിച്ചു തകർത്തു. സമീപത്തെ വെളിച്ചെണ്ണ മില്ലിന് തീയിട്ടു. ഓമശ്ശേരി മാങ്ങാടുള്ള പെട്രോൾ പമ്പിലെത്തിയ പ്രതി പിക്കപ്പിന്റെ ടയർ പൊട്ടിയതിനെ തുടർന്ന് പമ്പിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു പിക്കപ്പ് എടുത്ത് സ്ഥലം വിട്ടു. ഈ പിക്കപ്പ് വെള്ളിമണ്ണയിലെ ഒരു വീടിന്റെ പോർച്ചിൽ നിന്ന് നാട്ടുകാർ കണ്ടെത്തി. പെട്രോൾ പമ്പിലെ CCTVയിൽ പ്രതിയുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. ആളെക്കുറിച്ച് സൂചന ലഭിച്ചതായും പ്രതിക്കായി തിരച്ചിൽ ആരംഭിച്ചതായും താമരശ്ശേരി പോലീസ് പറഞ്ഞു. വണ്ടി നമ്മൾ ഫ്രണ്ട് എയർപോർട്ടോടത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോയതായിരുന്നു. രാത്രി വൈകിട്ട് റോഡ് സൈഡിൽ നിർത്തിയിട്ടാണ്. അതിനുശേഷമാണ് ഇതൊരാൾ വന്ന് ഇടിച്ചിട്ട് തെറിപ്പിച്ച് ഈ സൈഡിലാക്കിയിട്ടത്. ശേഷം അയാൾ വെളിമണ്ണുള്ള വെളിച്ചെണ്ണ തീയിട്ടിട്ടുണ്ട്, കത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം വണ്ടി മങ്ങാട് പമ്പിൽ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. പമ്പിന്ന് ഈ വണ്ടി അവിടെ വെച്ചിട്ട് വേറൊരു വണ്ടി എടുത്തിട്ടാണ്, ക്രഷറിന്റെ എന്തൊരു വണ്ടി എടുത്തിട്ടാണ് ഈ പിക്കപ്പെടുത്തി ഇവിടേക്ക് വന്നതാണ്. അതാണ് സംഭവിച്ചത്. ആ വണ്ടി ഈ കാറിടിച്ച വണ്ടി മങ്ങാട് പമ്പിൽ നിലവിലുണ്ട്. പോലീസുകാരൊക്കെ അന്വേഷിക്കുന്നുണ്ട്. മോട്ടീവ് എന്താണെന്ന് നമുക്കറിയില്ല. ഇത്ര പോലെ ഒരു ഇടിച്ചിട്ട് സൈഡാക്കണമെങ്കിൽ എന്തിന്റെ പേരിലാന്നുള്ളത് മനസ്സിലാകുന്നില്ല. ചാടി കിടക്കല്ലേ, 3-4 ഇടിക്കാതെ വണ്ടി ഇങ്ങനെ ഒരു രൂപത്തിലായി കേൾക്കൂല. അടിക്കാൻ കഴിയുള്ളത് ടോർച്ചല്ല. അതെയോ? എന്നെ രാവിലെ അടുത്ത പുറക്കാരൻ നമ്മളെ വാടക വീട്ടിൽ താമസിക്കുന്ന ഷെയ്നുദ്ദീൻ ഖാൻ എന്ന് പറഞ്ഞ ആള് ഫോൺ ചെയ്ത് നിങ്ങൾ ഗോഡൌണിൽ തീ കത്തുന്നു, ഉടനെ വരണമെന്ന് പറഞ്ഞാണ്. ഇറങ്ങി ഓടി, വാതിൽ തുറന്ന് ഓടി. അപ്പോൾ ഒരു പിക്കപ്പ് മുന്നിൽ കൂടെ എടുത്ത് എൻ്റെ സൗണ്ട് കേട്ട് വാതിൽ തുറക്കുന്നത് കണ്ടിട്ട് പിക്കപ്പ് എടുത്ത് ഓടി. അവരോടിച്ചു വന്ന് പിന്നിൽ ആംബുലൻസിന് തീ കത്തിന്ന് ആംബുലൻസ് എടുത്ത് മാറ്റി. ആംബുലൻസ് മാറ്റിയതിന് ശേഷം തീയൊക്കെ എടുത്തിങ്ങനെ വലിച്ച് ഞങ്ങളെല്ലാവരും കൂടി, പെണ്ണുങ്ങളും എല്ലാവരും അടുത്തുള്ള ഷെയ്നുദ്ദീൻകായി എല്ലാവരും കൂടി വലിച്ചിട്ട് മാറ്റി. തീ വെള്ളം എടുത്ത് ഒഴിച്ച്, പൈപ്പിൽ വെള്ളം ഉണ്ടായിരുന്നു, വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ച് തീ അണച്ചു. പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും വിളിച്ചു, ഇതിൻ്റെ ഓണറെ വിളിച്ചു. ഓണർ വന്ന് പോലീസിനെ വിളിച്ചു, പോലീസ് എത്തി. ബാക്കി എല്ലാ
ഇപ്പൊ അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. അല്ല അല്ല, നാട്ടുകാരെല്ലാം കൂടി പക്കത്തുള്ളവരെല്ലാവരും കൂടിയാണ് തീ കെടുത്തിയത്. എന്തോന്നും അറിയില്ല, അതിനെപ്പറ്റിയൊന്നും അറിയില്ല. എന്തുണ്ടോ വാശി ഉണ്ടോ എന്നൊന്നും അറിയില്ല. ഓണറിനോടൊന്നും ഒരു വാശി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് അവൻ പറഞ്ഞു. പിന്നെ വേറെ എന്തിനാ ചെയ്തതെന്നുള്ളത് ചെയ്തവർക്ക് തന്നെ അറിയൂ എന്താ ചെയ്തത്. അതിനെപ്പറ്റി അവർ പോലീസ് തന്നെ പറഞ്ഞു. ആ സമയത്ത് പിന്നെ താമരശ്ശേരി ഒരു ആംബുലൻസിന്റെ അടുത്ത് ഡ്രൈവറെ വണ്ടി കയറി എന്ന് പറഞ്ഞിട്ട് പോലീസിന് അവർ വിളിച്ചിട്ടുണ്ട്. ആംബുലൻസുകാർ താമരശ്ശേരി ഒരു ആംബുലൻസ് പോലീസിനെ വിളിച്ചിരുന്നു ആ സമയത്ത്. പിന്നെ അങ്ങനെ കേക്ക് മുടൂർ ഭാഗത്തൊക്കെ അവൻ പോയത് പിക്കപ്പ് പോയിട്ട്. ഞാൻ ഓടി എത്തുമ്പോഴേക്ക് നമ്പർ പിടിക്കാനൊന്നും ഓടിയില്ല. പിന്നെ അവിടെ തീക്കത്ത് കാണല്ലോ, മൊത്തം തീക്കത്തിയോ മൊത്തം ബിൽഡിങ്ങുകളൊക്കെ പിന്നെ കത്തുന്ന സമയത്ത് ഇമ്മലാണല്ലോ ശ്രദ്ധ ആൾക്കാർ. അങ്ങോട്ട് ഓടി. പിന്നെ അയൽവക്കത്തുള്ളവരെല്ലാവരും ഓടി വന്ന് തീ അണിച്ചു. ഏതായാലും വലിയൊരു അപകടം ഒഴിവായി കിട്ടി. പിന്നെ